സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സിലെ ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു തിയറി പോർഷൻസോട് ഇതിലുണ്ട്. ഓക്കെ, ഒന്ന് ഇൻകം ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്ക് കിട്ടുന്ന ഇൻകം, അതായത് ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുള്ള ഇൻകം ആവട്ടെ, ഇന്ത്യയിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് 3 കേസിലും മീൻസ് എന്താണ്, റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും, ആൻഡ് അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും എന്താണ്, ടാക്സബിൾ ആണ്. നോൺ റെസിഡൻ്റ് ആയിക്കോട്ടെ, ബട്ട് അവർക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് അവർക്ക് ഇൻകം റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്നാണ് അവർ ഇൻകം ഏൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ടാക്സബിൾ ആണ്. 3 കേസിലും 3 ആളും ടാക്സബിൾ ആണ് അല്ലേ. എന്നാൽ ഇൻകം നമുക്ക് റിസീവ് ചെയ്യുന്നത് അബ്രോഡാണ് എന്നുണ്ടെങ്കിൽ, അബ്രോഡിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ, റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണ് ടാക്സബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും എന്തല്ല, ടാക്സബിൾ അല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സബിൾ ആവുന്നൊരു കേസുണ്ട്. ആ ഇൻകം അബ്രോഡിൽ നിന്നാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ കൺട്രോൾ ഇന്ത്യക്കാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലൂടെ ടാക്സബിൾ ആവുള്ളൂ അബ്രോഡിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം. നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് നമ്മൾ ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഫസ്റ്റായിട്ട് നമുക്ക് വരുന്നതാണ് TDS, അതുപോലെ ക്ലബ്ഡ് ഇൻകം. ക്ലബ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആരാണോ ടാക്സ് കൊടുക്കാൻ ലയബിളായിട്ടുള്ളത് ആ വ്യക്തിയാണ് അസസി എന്ന് പറയാം. അപ്പോൾ ഇൻകം ഓഫ് അതർ പേഴ്സൺ ക്ലബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദ അസസി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇവർ ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുള്ള ഇൻകമായിട്ട് കണക്കാക്കും. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ A എന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, ആ A എന്ന വ്യക്തി ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യുന്നതിന് എന്താണ്, ലേബിളാണ്. ഓക്കെ, ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യുന്നതിന് ലേബിളാണ്. ബട്ട് B എന്ന ഒരു വ്യക്തിയുണ്ട്. ആരുണ്ട്, B എന്ന ഒരു വ്യക്തിയുണ്ട്. ഈ B എന്ന വ്യക്തി ആക്ച്വലി റെസിഡൻ്റ് ഒന്നുമല്ല, ബട്ട് അവർക്ക് എന്താണ്, ഈ ഒരു Aയുടെ ഇൻകവുമായിട്ട് Bയുടെ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലബ് ചെയ്തിട്ടുണ്ട്. മീൻസ് എന്താ, കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ Bക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകമായിട്ട് അതിനെ എന്താക്കും, കണക്കാക്കും എന്നാണ് പറയുന്നത്. Bക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകമായിട്ട് ഇതിനെ കണക്കാക്കും. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി എംപ്ലോയേഴ്സ് എക്സസ് PF കോൺട്രിബ്യൂഷൻ. ഓക്കെ, അതിൽ വരുന്നതാണ് എംപ്ലോയർ. അത് PF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് അല്ലേ. എംപ്ലോയറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്, ആർക്ക്, എംപ്ലോയീസിന് ഉള്ളൊരു കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷനിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇങ്ങനെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് RPF ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, URPF ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സാലറീൻ്റെ ഹെഡിലാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിന് PFലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 12% വരെ എന്തല്ല, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ 12%ന് മുകളിലോട്ട് എന്തെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, അവർ ടാക്സബിളാണ്. ആ ഇൻകം റിസീവ് ചെയ്തിട്ടുള്ളതായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ എത്രയാണോ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്, 12%ന് മുകളിൽ എത്രയാണോ എക്സസ് ആയിട്ടുള്ളത്, അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവർക്ക് ലേബിളായിട്ട് വരും. ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു RPF ആണിത്. ഓക്കെ, RPFൻ്റെ കേസിലാണ് 12% വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നൊരു കേസുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF ഇൻ എക്സസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റും നമ്മൾ എന്തായിട്ട് തന്നെ കണക്കാക്കുക, ഈ ഒരു ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതായിട്ട് തന്നെ കണക്കാക്കുക. അതാണ് ഇൻട്രസ്റ്റ് എബോവ് PF ലിമിറ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിന് എന്ന് പറയുന്നത് 9.5% ആണ് കേട്ടോ. 9.5% എബോവ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ RPFൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 12% എക്സസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മളെന്താണ്, ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻട്രസ്റ്റ് ആണെങ്കിലോ 9.5% കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. ഇതന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫേർഡ് ബാലൻസ്.
ഇവിടെ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് എന്തെങ്കിലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ് ഡീമട്ട് ബൈ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇനി അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേ, അല്ലെങ്കിൽ ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേ അല്ലെങ്കിൽ അതുപോലെ തന്നെ പേ ചെയ്തിട്ടുണ്ട് എന്ന് പ്രീവിയസ് ഇയറിലാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് തന്നെ കണക്കാക്കുക, ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മൾ പറയുന്നത് ഇൻകം ഡീമഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അതായത് നമ്മൾ ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്ന ഇൻകംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ റിസീവ് ചെയ്താവട്ടെ, ഇന്ത്യയിൽ ഏൺ ചെയ്തിട്ടുള്ളതാവട്ടെ, അക്രൂ ആവട്ടെ, അറൈസ് ആവട്ടെ, അതൊക്കെ എന്താണ് ടാക്സബിൾ ആയിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഏതൊക്കെയാണ് ആ ഇൻകം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ അറൈസ് ചെയ്യുന്ന, ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്ന ഇൻകംസ് ഏതൊക്കെയാണ് നോക്കൂ. ഫ്രം ബിസിനസ് പ്രോപ്പർട്ടി അസറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നുള്ള അസറ്റിൽ നിന്ന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻകം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയണേ, നമ്മൾ ടാക്സബിളാണ്. ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള ഇൻകമായിട്ട് കണക്കാക്കപ്പെടുകയും അവരതിനാവശ്യമായിട്ടുള്ള ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും, ടാക്സബിളാണ്. ദെൻ സാലറി ആൻഡ് ഓർ പേയബിൾ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ. അതുപോലെ ഗവൺമെൻറ് സാലറി അബ്രോഡ്, ദറ്റ് മീൻസ് എന്താണ്, ഇന്ത്യൻ സിറ്റിസണിന് ഗവൺമെൻറ് അവർ അബ്രോഡിൽ ചെയ്തിട്ടുള്ള സർവീസിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇൻകംസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവർ അബ്രോഡിൽ ചെയ്തിട്ടുള്ള സർവീസിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇൻകംസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്താണ് സാലറിൻ്റെ ഹെഡിൽ വരെ ടാക്സബിൾ ആണ് ആക്ച്വലി. ഓക്കെ, അതുപോലെ ഇന്ത്യൻ കമ്പനിയിൽ നിന്നോ എന്തെങ്കിലും ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ്, ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും റോയൽറ്റീസ്, ഇന്ത്യയിലുള്ള സർവീസസിന് എന്തെങ്കിലും ഫീ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പേ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്താണ് നമ്മൾ ഇന്ത്യയിൽ അക്രൂ ഓർ അറൈസ് ചെയ്തിട്ടുള്ള ഇൻകമായിട്ട് ഡീം ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഡീം ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ടാക്സബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിലുള്ളൊരു തിയറി പോർഷനാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്, റവന്യൂ റെസിപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി തരാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ക്യാപിറ്റൽ അസറ്റിന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസസ് ഇല്ലേ, നമുക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസസ് ഉണ്ടല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുക, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയാം. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ലഭിക്കുന്ന ഇൻകംസ് ഉണ്ടല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസിസ് നാച്ചുറൽ ആണ് പറയുന്നത്. നാച്ചുറൽ എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും, എന്നാൽ റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഇതൊക്കെ എന്താണ് ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ ഇവിടെ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് നമ്മൾ മെഷീനറി ഫിക്സ്ഡ് അസറ്റ്, ആ ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം ലഭിക്കും. ആ ഇൻകം എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി നേരെ മറിച്ച് കറണ്ട് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയാം. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതൊക്കെ എന്താണ് കറണ്ട് അസറ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലൂടെ നമുക്ക് ലഭിക്കുന്ന, സ്റ്റോക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. ഇനി ഇൻകം സോഴ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇൻകം സോഴ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ കേസിൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഇൻകം സോഴ്സസ്, ആൻഡ് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഇൻകം. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്നത് റേറ്റ്സ് ആണ്. അതായത് കോമ്പൻസേഷൻ ഫോർ റെൻഡറിങ് എ റേറ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ആണെങ്കിലോ കോമ്പൻസേഷൻ ഫോർ ഫ്യൂച്ചർ ലോസ് ഓഫ് ഫ്യൂച്ചർ ഇൻകം. ദെൻ ഇൻറ്റൻഷൻ ബോട്ട് ഫോർ പേഴ്സണൽ യൂസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, ബോട്ട് ഫോർ റീസെയിൽ. ഇവിടെ നമ്മൾ എന്തിനാണ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ ഇൻറ്റൻഷൻ എന്താ, നമ്മളത് പർച്ചേസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മുടെ പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നാൽ റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടല്ല, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ബിസിനസ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടണം. നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റീസെയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റീസെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് എന്ത് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് സെയിൽ ഓഫ് കമ്പ്യൂട്ടർ, കോമ്പൻസേഷൻ ഫോർ റോങ്ഫുൾ ഡിസ്മിസൽ ഫ്രം ജോബ്, സെയിൽ പ്രൊസീഡ് ഫ്രം ഷോപ്പ്,
അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഫോർ സർവീസ് ലൈൻ, ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ. ദെൻ എക്സാമ്പിൾസ് ഓഫ് റവന്യൂ റെസിപ്റ്റാണ് സാലറി, ബോണസ്, റിവാർഡ്, ഇതൊക്കെ ഡെയിലി നടക്കുന്ന എക്സ്പെൻസസ് അല്ലേ. അതുപോലെ എന്തെങ്കിലും കോൺട്രാക്റ്റ് അതിൽ എന്തെങ്കിലുമൊക്കെ ബ്രീച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലഭിക്കുന്ന ഡാമേജ് ഉണ്ടാവില്ല അത് കേട്ടോ. അതുപോലെ റോയൽറ്റി റിസീവ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം സെല്ലിംഗ് ഗുഡ്സ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കരുതിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് എന്താണ് ഇൻകം റിസീവ്ഡ്, ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്താണ്, ഇൻകം ഡീമഡ് ടു ബി അക്രൂഡ് ഓർ റൈസ് ഇൻ ഇന്ത്യ എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് പ്രോബ്ലത്തിലോട്ട് പോകാമെന്നുള്ളതായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് പിന്നെ ഇതിലുള്ള ചെറിയൊരു പോർഷനല്ലേ ഇപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ് എന്നുള്ള അപ്പോൾ അതിലെ തിയറി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ഏതാണ്, അസസ്മെൻറ്റ് ഇയർ ഏതാണ്, നമ്മുടെ ബേസിക് കണ്ടീഷൻസ് ഏതാണ്, അഡീഷണൽ കണ്ടീഷൻസ് ഏതാണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അല്ലേ അതിൽ എന്തൊക്കെ വരും, റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഈ ഒരു കാര്യങ്ങളും അവരുടെ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് റെസിഡൻ്റ് ആവുക, എങ്ങനെയാണ് ഓർഡിനറി റെസിഡൻ്റ് ആവുക, എങ്ങനെയാണ് നോൺ റെസിഡൻ്റ് ആവുക, എങ്ങനെയാണ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുക, ഇതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ അല്ലേ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. വീണ്ടും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാഠം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട സബ്ജക്റ്റ് ആണെന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലേ. ബട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ, കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടെ ചോദിക്കുന്നതാണ്. ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി റിപ്ലൈ ഫ്രം യുവർ സൈഡ്. സോ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ഇനി അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അപ്ലോഡ് ചെയ്യണ്ടേ, ഇതോട് കൂടിയിട്ട് ടാക്സിൻ്റെ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് ആക്ച്വലി ടാക്സിൻ്റെ വീഡിയോസ് ഒഴിവാക്കണോ എന്നൊക്കെയാണ് കരുതുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലംസൂടെ നോക്കിയിട്ട് ഈ ഒരു ഇൻകം ടാക്സിൻ്റെ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുക.